അന്ധനെ സുഖപ്പെടുത്തിയവൻ, മുടന്തന് സൗഖ്യം കൊടുത്തവൻ. അവിടുന്ന് പറയാം, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പഠന സമയത്തെ, നിന്റെ പരീക്ഷയെ, നിന്റെ എക്സാമിൻ്റെ നിമിഷത്തെ, ഈ നിമിഷം ഞാൻ അനുഗ്രഹിക്കാനായിട്ട് പോവുക. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. സ്നേഹമുള്ള മക്കളെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരെ, നമ്മൾ നിന്റെ പ്രയത്നത്തെയും നിന്റെ പഠനത്തെയാണ് ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത്. ദൈവവും കർത്താവുമാ ഞാൻ നിന്റെ വലത്തേക്ക് പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ പരീക്ഷാ ഭയത്തിലേക്ക് ഈശോയെ ക്ഷണിക്കുക. ഈശോ നിന്നെ ശക്തിപ്പെടുത്തും, ഈശോ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ല്. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം. ഈശോ നിന്റെ പരീക്ഷയെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പരീക്ഷയുടെ നിമിഷങ്ങളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. In the name of Jesus, Son of our blessed Virgin Mary, I challenge every spell and work of darkness, and I command you to go to the feet of Jesus. Let these students experience the mighty blessing and anointing of your Lord. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന വലിയ ശക്തമായൊരു വചനമുണ്ട്. വചനപ്രകാരമാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ശക്തമായ വചനമാണ്. ഇന്ന് നമ്മെ ശക്തനാക്കുന്ന, നമുക്ക് ശക്തി പകരുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കുറേ പേരുകളൊക്കെ തന്നിട്ടുണ്ട്. പേരുകൾ തരാത്തവരായിരുന്നു. നമ്മൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളിലേക്കും ഈ ദിവ്യകാരുണ്യ ആരാധന നമുക്ക് എത്തിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുകയാണ്, ഒരു ചെറിയൊരു കൊച്ചു സാക്ഷ്യം, പരീക്ഷ സംബന്ധമായ സാക്ഷ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഒരു 4-5 വർഷമായെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു അമ്മച്ചിയും ഒരു അമ്മയും ഒരു മോളും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നവർക്ക് നമ്മുടെ സെൻറ്ററിൽ അവർ പ്രാർത്ഥിക്കാനായിട്ട് വന്നതിൽ വലിയൊരു കാര്യമുണ്ട്. ഈ കൊച്ചിന് മാത്സ് പഠിക്കാനായിട്ടേ പറ്റിയല്ല. കാരണം മാത്സിൻ്റെ ഇക്വേഷൻസ് ഒന്നും അവൾ ഓർത്തിരിക്കുകയില്ല. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കാണ്, പക്ഷെ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾ കൊച്ചു പ്രായത്തിൽ തൊട്ട് തന്നെ മാത്സ് ബുദ്ധിമുട്ടാണെന്ന് അവളോട് തന്നെ അങ്ങനെ പറഞ്ഞു വെച്ചേക്കും. അതുകൊണ്ട് അവൾക്ക് മാത്സ് പഠിക്കാനേ പറ്റത്തില്ല. മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ല, മാത്സ് ടീച്ചറിന് ഇഷ്ടമല്ല. അങ്ങനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ അവരുടെ സ്കൂൾ എനിക്ക് തോന്നുന്നു എന്തോ സിൽവർ ജൂബിലി ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയ എല്ലാ പിള്ളേരും 10ാം ക്ലാസ്സിൽ 100% വിജയമാണ്. അപ്പോൾ ഈ പെൺകുട്ടി മാത്സിന് ഭയങ്കര വീക്കായതുകൊണ്ട് ടീച്ചേഴ്സ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. പരീക്ഷയ്ക്ക് ഇട്ട് നോക്കി, ഇവളെ പരീക്ഷയ്ക്ക് ഇരുത്താനായിട്ട് പക്ഷേ ഒരു സാഹചര്യമില്ല. അപ്പോൾ അവസാനം അവർ പറഞ്ഞു, ഈ വർഷം ജൂബിലി ആഘോഷിക്കുന്നുണ്ട്, അടുത്ത വർഷം ഒന്ന് പരീക്ഷ എഴുതാമെന്ന് ചോദിക്കുക. അങ്ങനെ ഇവളാകെ വിഷമിച്ച വരിക. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്കുണ്ട്, പക്ഷെ മാത്സിന് മാർക്ക് കുറവാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുത്തി കുട്ടിയായിട്ട് അല്പസമയം ഒന്ന് സംസാരിച്ചു. ചില മാത്സ് പഠിക്കാനായിട്ടുള്ള ചില ടിപ്സുകളൊക്കെ കൊടുത്തു. നമ്മളെപ്പോഴും ചിന്തിക്കും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പണിയെടുക്കണ്ടല്ലേ എന്നല്ലേ. സ്നേഹമുള്ള മക്കളെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരെ, നമ്മൾ നിന്റെ പ്രയത്നത്തെയും നിന്റെ പഠനത്തെയാണ് ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിന്റെ വിഷമങ്ങളിൽ നീ മാത്സ് നിനക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായാലും നീ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ച് ആ പഠനത്തിലേക്ക് ഈശോയെ വിളിക്കുമ്പോൾ ഈശോ വന്ന് നിന്റെ പഠനത്തെ അനുഗ്രഹിക്കും. അപ്പോൾ ഞാൻ അവിടെ ഇരുത്തി അവളോട് പറഞ്ഞു, നീ മാത്സിനെ സ്നേഹിക്കണം, മാത്സ് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണം, മാത്സിന് വേണ്ടി കൂടുതൽ സമയം കൊടുക്കണം. അങ്ങനെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനായിട്ടുള്ള ചില ട്രിക്സുകളും ടിപ്സുകളും ഒക്കെ ആൾക്ക് കുറേ സമയം പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, എല്ലാ ദിവസങ്ങളിലും, കാരണം പരീക്ഷയ്ക്കായിട്ട് വളരെ കുറച്ച് മാസം, 3 മാസം 4 മാസം കൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞു, വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രത്യേകമാകുന്നത്, ബാക്കി വിഷയങ്ങളൊന്നും കുഴപ്പമില്ല, നീ മാത്സിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. വൈദികൻ ഗാസേം പിലാസേം സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്നൊക്കെ പറയുമ്പോൾ ഈ മാത്സിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ സെൻറ്ററിൽ നിന്നുള്ള ചെറിയൊരു അഡോറേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഈ കൊച്ചിന് കൊടുത്തു വിട്ടു. കാരണം പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന പിള്ളേർക്ക് വേണ്ടി ഇതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ഈ അഡോറേഷനൊക്കെ കേട്ട് ഈശോയുടെ മുന്നിലിരുന്ന് മാത്സ് പഠിക്കാനായിട്ട് എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് മോള് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പോയി. അങ്ങനെ പോയി സ്കൂളിൽ ചെന്നു. വീണ്ടും അവർ എഴുതിയൊക്കെ കൊടുത്തു, ഞാൻ പാസ്സാവുന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ കൊടുത്ത് അങ്ങനെ പരീക്ഷയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 3 മാസം, ഒരു 90 ദിവസത്തോളം കുർബാനയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ആരാധനയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് കുറേ സമയം മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. നന്നായിട്ടിരുന്ന് പഠിച്ചു. എങ്കിലും കോൺഫിഡൻസ് ഇല്ല, കാരണം പല കാര്യങ്ങളും മറന്നു പോകുന്നു. പക്ഷേ ഈശോ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അതല്ല, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഇവള് പരീക്ഷയൊക്കെ എഴുതി. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഇവളും അമ്മയും കൂടെ കൂടി ഓടി നമ്മുടെ സെൻറ്ററിലേക്ക് വന്നിരിക്കുക. ഇവക്ക് 98% ആണ്, 98%. ആ സ്കൂളിലെ ടോപ്പാണ്. അവർ മാറ്റി നിർത്തിയതാ. നീ ജയിക്കും, ഞങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞ 24 വർഷമായിട്ട് 100% വിജയമാണ്, നീ തോക്കും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഈ മകളെ കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവ് അനുഗ്രഹിച്ച് അവളെ ജയിപ്പിച്ചിരിക്കുക. എന്താ അവൾ ചെയ്തത്? അവൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ കുറേ സമയം ഇരുന്ന് ഈ മാത്സ് വിഷമമായതുകൊണ്ട് മാത്സ് മാറ്റി വെച്ചേക്കുന്നത്, അതിനെ കൂടുതലിരുന്ന് ഈ മാത്സിനെ സ്നേഹിച്ച് മാത്സിനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവളുടെ പഠന സ്ഥലത്തേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന് അവളെ അനുഗ്രഹിച്ച് അവൾക്ക് 98% മാർക്ക് കൊടുക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ആരാധനയുടെ അഭിഷേക നിമിഷത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ ആരാധനയുടെ മധ്യത്തിൽ നമ്മൾ കുട്ടികളുടെ പരീക്ഷ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് വി യൂസ് ഫോർ എക്സാംസ്, പരീക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മളൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം ഞാൻ പറയുമ്പോൾ കരങ്ങളിൽ പരീക്ഷ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കരങ്ങളിൽ എടുത്തു വെക്കുക. ആ സമയം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് പരിചയമുള്ള എല്ലാവർക്കും ഈ ശുശ്രൂഷ നമുക്ക് അയച്ചു കൊടുക്കാം. കുറേ അധികം പേരുകൾ തന്നു. പേര് തന്നവർ മാത്രമല്ല, എല്ലാവരിലേക്കും ഇത് എത്തട്ടെ. നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയുടെ ഒരു അഭിഷേകം നിറയാനായിട്ട് പോകുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഇതാ നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വരികയാണ്. അന്ധനെ സുഖപ്പെടുത്തിയവൻ, മുടന്തന് സൗഖ്യം കൊടുത്തവൻ. അവിടുന്ന് പറയാം, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പഠന സമയത്തെ, നിന്റെ പരീക്ഷയെ, നിന്റെ എക്സാമിൻ്റെ നിമിഷത്തെ, ഈ നിമിഷം ഞാൻ അനുഗ്രഹിക്കാനായിട്ട് പോവുക. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാ. ആ ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആ ഈശോയെ നമ്മുടെ പഠന സമയത്തേക്ക് നമുക്ക് സ്വീകരിക്കാം. ആ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പഠന സമയത്തെയും നമ്മുടെ പരീക്ഷയുടെ നിമിഷങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെക്കാം. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 13-ാം തിരുവചനം. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഒരു നിമിഷം പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളും തങ്ങളുടെ ജീവിതത്തെ മുഴുവനും ദിവികാരണ ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുക. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ഈശോയെ ഞങ്ങളിത് അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളിത് അങ്ങയെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ദിവ്യകാരുണ്യ ഈശോയെ, നമ്മുടെ പരീക്ഷയുടെ നിമിഷങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമ്മുടെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലേക്ക് ഈശോയെ കടന്നു വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അലസതകളെ അവിടുന്ന് നീക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഞാനിതാ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു, ഞാനിത് ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, ഹൃദയമോടും പൂർണ്ണാത്മാവോടെ ഈശോയെ ഞാനിതാ സ്നേഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരീക്ഷാ നിമിഷങ്ങളെ മുഴുവനും സമർപ്പിക്കാം. ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും. നിന്റെ പരീക്ഷാ ഭയങ്ങളിലേക്ക് ഈശോ ഇതാ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാ. ഈശോയെ
നിന്റെ വിജ്ഞാനത്താല്, നിന്റെ അനുഗ്രഹത്താല്, നിന്റെ കൃപയാല് എന്റെ പരീക്ഷാ നിമിഷങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാഥ, എന്റെ പരീക്ഷയുടെ മേല് കരുണയായിരിക്കണം ഈശോയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലേക്ക് ഓരോ വിഷയങ്ങളെയും ഈ നിമിഷം നമുക്കൊന്ന് ചേർത്ത് വെക്കാം. ഈശോ ഇതാ നിന്റെ എല്ലാ വിഷയങ്ങളെയും ആശീർവദിക്കുന്ന നിമിഷങ്ങളാ. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്നു. ഈശോ ഇതാ നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ ഉത്കണ്ഠകള്, വേദനകളെ ഈശോ ഇതാ ശക്തിപ്പെടുത്തുന്ന നിമിഷങ്ങളാ. ശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും നിനക്കാരാധന. ഈശോയെ, ഈശോയെ, സുഭാഷിതത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം, നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. ഈശോയെ, നിന്റെ പഠനത്തിലേക്ക് നീ കടന്നു വാ. നിന്റെ എല്ലാ വിഷമമുള്ള വിഷയങ്ങളിലേക്ക് ഈശോ ഞാൻ നിന്നെ ക്ഷണിച്ച് പ്രാർത്ഥിക്കുകയാ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനം, നിന്റെ ദൈവവും കർത്താവുമാ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ പരീക്ഷാ ഭയത്തിലേക്ക് ഈശോയെ ക്ഷണിക്കുക. ഈശോ നിന്നെ ശക്തിപ്പെടുത്തും. ഈശോ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ല്. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം. എല്ലാറ്റിലും ഉപരിയായി ഈശോ നിന്നെ സ്നേഹിച്ച് ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ലോർഡ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും നിനക്കാരാധന. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ ഈശോയെ നീ ഒന്ന് സ്നേഹിക്ക. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ കരങ്ങള് നിന്നെ തൊട്ടനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാ. വിശ്വാസത്തിന്റെ കണ്ണ് തുറന്ന് പ്രാർത്ഥിക്ക. പൂർണ്ണ മനസ്സോടെ ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ ലോർഡ്. പൂർണ്ണാത്മാവോടുകൂടി ഈശോയെ ഞാനിത് തന്നെ ആരാധിക്കുന്നു, ഞാനിതാ സ്തുതിക്കുന്നു. ഈശോയെ, എന്റെ പരീക്ഷയെ അനുഗ്രഹിക്കുക. എന്റെ പരീക്ഷയുടെ മേൽ കരുണയായിരിക്കണം ഈശോയെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും നിനക്കാരാധന. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരീക്ഷ കേട്ടിരിക്കുന്ന എല്ലാ മക്കളും വലതുകരം ശിരസിലേക്ക് വെക്കുക. നൃഗന്തല മുതൽ ഉപ്പൂച്ചി വരെയുള്ള എല്ലാ കോശങ്ങളിലേക്കും ഈശോയുടെ അനുഗ്രഹം കടന്നു വരുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ മുഴുവൻ ഈശോ അനുഗ്രഹിക്കുന്നു. ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഈശോ നമ്മുടെ ബുദ്ധി തലങ്ങളിലേക്ക് ഈശോയെ നീ കടന്നു വാ. ഈശോന്റെ പഠനത്തിലേക്കും പാഠ്യവിഷയത്തിലേക്ക് ഈശോയെ കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കുക. അറിവിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, എന്റെ പഠനത്തിലും പാഠ്യവിഷയത്തിലും വന്നു നിറയണമേ. ഓ ദിവികാരൻ ഈശോയെ, എന്റെ ബുദ്ധിയെയും മനസ്സിനെയും കഴിവുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വിരൽ തുമ്പുകൊണ്ട് പരീക്ഷകൾ എഴുതുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, എൻ്റെ അലസതയും അസ്വസ്ഥതയും നീക്കി ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ. വിജയത്തിന്റെ നിമിഷങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എന്നിൽ ചൊരിയണമേ. ഈശോയെ, ദിവികാരുണ്യനാഥ, എൻ്റെ പരീക്ഷയുടെ നിമിഷങ്ങളെ
എൻ്റെ പഠന നിമിഷങ്ങളെ ഞാനിതാ നിങ്ങളുടെ തിരുമുറിവോട് ചേർത്ത് വയ്ക്കുന്നു. ആ തിരുമുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുച്ചോരയുടെ അഭിഷേക ശക്തിയാല് എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ പരീക്ഷാ ഭയങ്ങളെ അവിടെ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവാണ് എൻ്റെ അധ്യാപകൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാ വിഷയങ്ങളും അവിടുന്ന് എന്നെ പഠിപ്പിക്കുന്നു. അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുന്നു. തൻ്റെ വിജ്ഞാനത്താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു. പ്രയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ വചനങ്ങളും വാഗ്ദാനങ്ങളും എനിക്ക് ഉറപ്പേകുന്നു. ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടുന്ന് എനിക്ക് എളുപ്പമാക്കി തീർക്കുന്നു. എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ കടലാസ് നിറഞ്ഞു കവിയുന്നു. പഠിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വിദ്യാഭ്യാസ വേളയിൽ അവിടുന്ന് എനിക്ക് നൽകും. ഞാനെപ്പോഴും എൻ്റെ അധ്യാപകനായ ഈശോയുടെ വിശ്വസ്തനായ വിദ്യാർത്ഥിയായിരിക്കും. ഈശോയെ, പരീക്ഷ കടക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ കരുണയും അഭിഷേകവും സമൃദ്ധമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അഭിഷേകം ചൊരിയട്ടെ, എൻ്റെ അനുഗ്രഹം ചൊരിയട്ടെ. ഈശോയെ, പരീക്ഷ കടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ശില്പ സാം, അനു ജോർജ്, സംഗീത, റോണിയ, സ്വപ്ന, മെജോ, മെറിൻ, ഏഞ്ചലിൻ, ട്രീസ, ജിസ്മി, ജിതിൻ, ലിറ്റി, ആഷ്ലി, മാരിയറ്റ്, ഡെന്ന, ഡെല്ല, ലെന, ബിനു, ലിൻസിമോൾ, ജിനിയ, ബിൻസ, ദിയ, ബെൻസൺ, ചിത്ര, ഏഞ്ചൽ, ആഷ്ലി, മൃദുല, സാന്ത്ര, റിൻറ്റ, ആബേൽ, നീതു, ജെറിൻ, ശ്രീലക്ഷ്മി, ഷിനോജ്, അബ്രാഹം, സീജൽ, സൂര്യ, അൻഫൈൻ, ആലൻ, ബിസ്മിയ, ജോയൽ ജോസഫ്, ജിഷ, മഞ്ജു, ജോയൽ, ജോസ്ന, സ്വാന്ത്വന, അലൻ, നവീന, മെറിൻ, ഏഞ്ചൽ, ആഷ്മി, എമി മാത്യു, അന്ന, നോബൽ, ലക്ഷ്മി, അനീന, ആമിൻ, സഞ്ജന, മിരിയ, സാന്ദ്ര, ഐശ്വര്യ, മിലാനിയ, ജിജി, ആൻ, മെറിൻ, ക്രിസ്റ്റോ, നിർമ്മൽ, നേഹ, ഡേവിഡ്, നൈസി, മരിയ, നീതുമാൻ, അജുമോൾ, ജിസ്മി, അനു, ജാനറ്റ്, ആദ്രഷ്, ജാഗൻ, അനഹ, ആൻട്ര, ആർദ്ര, ജെറീന, ഏമി, രമ്യ, രേഷ്മ, സ്റ്റെർലിൻ, ജെറിൻ, ബെറ്റി, രാഹുൽ, റീന, മെറിൻ, ക്രിസ്റ്റീന, എൽബ, മെൽബിൻ, റിനോൾഡ്, റിൻറ്റു, അഞ്ചു, മറിയ, മിൽഡ, ജെയിൻ, അലീന, തനയ, ആതിര, ജനീഷ, എമിൽഡ, ആൻമറിയ, അനു, ക്ലീന, ക്ലീറ്റസ്, ജോയ്സി, അമല, ബെൻഷ, ക്രിസ്റ്റീന, റുലീസ, സീന, ലയ, ലെഗിൻ, ഡെറിൻ, അഞ്ജലീന, അഖില, ജെറി, സോണിയ, ബീന, ആൽബിൻ, ആൽഫിയ, മീനു, മേരി, സോനറ്റ്, ആൽഫ, സാന്ത്ര, ബിനി, സുബിൻ, മനുക്കുട്ടി, മെബിൻ, എറിക്, ഷാൻ, ആനു, മേബിൾ, റെനി, അലീന, പ്രിയങ്ക, റാണി, ലീൻ, ജിനു, സച്ചിൻ, അഷിക്, അൻമറിയ, നിത്യ, രാഖി, അഗ്ന, മേഘ, ഫിലോ, സിനാമോൾ, അലീന, നഥാനിയൽ, ജിനോജി, എമിൽഡ, അമിത, ജോൺ, ജെയ്മോൾ, ജിജി ഫ്രാൻസിസ്, ബെന്നറ്റ്, ജിജി, സൂസൻ, റോസമ്മ, സാം, ഇവാൻ, ചിനോയ്, രാജി, താനിയ, സുറിയക്, നൈസി, അഞ്ജുമോൾ, ബിനി, ടോണിയ, ജയലക്ഷ്മി, ആര്യ, സക്കറിയ, അന്ന, രമ്യ, രസ്മ, ഏഞ്ചൽ, ജോ, അൻമറിയ, ലിസ്മറിയ, മറിയം, ക്രിസ്റ്റൽ, എമാനുവൽ, മറിയ, എലിസബത്ത്, സിൻസി, രസ്മ ജോസഫ്, ആൻ തോമസ്, ഹൃദ്യ റോസ്, ജസ്ന, നിമിഷ, ഡെനറ്റ്, ജോയൽ, അക്നൽ, ജോസഫ്, ദിവ്യ, എബിൻ, ഹന്ന, ഹർഷ, ജൂലിയ, ലിജി, സ്റ്റാൻലി, ബെൻസി, രജനി, ബ്ലസ്സി, ദീപ്തി, റിജോ, ജോയ്സ്, ബ്ലസൻ, ത്രീസ, ഐശ്വര്യ, ജോൺ ബ്രിട്ടോ, ജോൻ ജോസ്,
അഭിഷേക്, ആഷ്ലിൻ, മൈക്കിളാൻഡോ, മിന്നു ജേക്കബ്, ഫ്ലോറ, രാജീവൻ, ദിവ്യ, ഹണി, ജിത്തു, അലീന, റോണിയ, നോബിൾ, റെന, രമ്യ, ജോഗ്വൻ, ജീവൻ, ക്രിസ്റ്റീന, ജാക്ക്, ആരോൺ, ജിൻസി, ആകാശ്, അഷിത, അഞ്ചലീന ബാബു, ടിൻറ്റു, ആൽവിൻ, അലീന, സച്ചു, അഞ്ജു, ഐശ്വര്യ, നേഹ, റിയ, ഗ്രീഷ്മ, ആഷ്ലി, ഡെനറ്റ്, മെനു, മിഥു, ചിഞ്ചു, ആബി, അലക്സാണ്ടർ, റോസ്ന പി ജെ, ജോസ്ന പി ജെ, അദ്വിൻ അൾഡ്രിൻ, നിതിൻ, മറിയ, റോസ്ന. പേരുകൾ സമർപ്പിച്ച എല്ലാ മക്കളെയും, അതോടൊപ്പം തന്നെ ലോകം മുഴുവനും പരീക്ഷ കേട്ടിരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എലിയ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സാമുവേൽ പ്രവാചകനിലൂടെ ജസ്സയുടെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിമിഷം ഈ മക്കളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷ ഉപകരണങ്ങളെല്ലാം നമ്മുടെ കരങ്ങളിലേക്ക് നമുക്ക് എടുത്തു പിടിക്കാം. ഈ നിമിഷം ദിവികാർണീശോ നിന്നെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. ഈ നിമിഷം ദിവികാർണീശോ നിന്റെ പരീക്ഷാ ഉപകരണങ്ങളെ മുഴുവനും ആശീർവദിക്കുന്നു. കർത്താവായ ഈ മക്കൾ പരീക്ഷക്കായിട്ട് ഉപയോഗിക്കുന്ന ഓരോ പരീക്ഷാ ഉപകരണങ്ങളെയും അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാല്, അങ്ങയുടെ സ്പർശനത്താല്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഈശോയെ പരീക്ഷക്കാട്ടി ഉപകരണങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിത അറന്നിറങ്ങുന്ന നിമിഷം ദൈവത്തിൻ ആത്മാവിറങ്ങി വന്നു മനുഷ്യന്റെ മേ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. യെശയ്യ, ജെറമിയ, എസെക്കിയേലിൻ പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു. പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ജോലിക്കും ഇന്റർവ്യൂവിനും ഒരുങ്ങുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനങ്ങൾ. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഈശോയെ, ജോലിക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ഈശോയെ, ഇന്റർവ്യൂവിനുള്ള ഈ ഒരുങ്ങുമ്പോൾ ഈ വചനത്തിന്റെ കൃപയാല് ഈ മക്കളെ മുഴുവനോട് നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടിയൊക്കെ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ശ്രുതി, സിനിമോൾ, റെനി, സൈന, എലിസബത്ത്, ലിനി, സൈന, ജോൺസി, മാർട്ടിൻ, ആദർശ്, അനീഷ്, ഡെനിൽ, ഉഷ, കെവിൻ, ടോമി. ഈശോയെ, ഈ മക്കളിലേക്ക് നിന്റെ വലിയ കൃപയുടെ അഭിഷേകം, നിന്റെ കൃപയുടെ ചൈതന്യം സമൃദ്ധമായിട്ട് നിറയണമേ. നിന്റെ അനുഗ്രഹത്താല് ഇവരെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കരുണയായിരിക്കണമേ ഈ മക്കളുടെ മേല്. ഈശോയെ, മക്കളുടെ മേല് കരുണയായിരിക്കണമേ. ഈശോയെ, ഈശോയെ, മക്കളുടെ മേല് കരുണയായിരിക്കണമേ. ഈശോയെ, ഈശോയെ, മക്കളുടെ മേല് കരുണയായിരിക്കണമേ. അവൻ്റെ കരുണയാൽ ഇവരെ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളും ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കുക. കണ്ണുകൾ അടച്ച് നമ്മുടെ ഈശോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് നിൽക്കുന്നവരാ. നമ്മുടെ ഡീപ് ബ്രീത്ത്, ശ്വാസം എടുത്തൊന്ന് വിടുക. ഈശോ നിന്റെ അടുത്ത് നിൽക്കുന്ന നിമിഷങ്ങളാണ്. ഈശോ നിന്റെ പരീക്ഷയെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പരീക്ഷയുടെ നിമിഷങ്ങളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. അതൊന്ന് കാണുക.
പരീക്ഷയുടെ നിമിഷം എത്തി. കണ്ണുകൾ അടച്ചു തന്നെ ഇരുന്ന് ഈശോ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ച ഓരോ കാര്യങ്ങളെ എൻ്റെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ടൊന്ന് കാണുക. അങ്ങനെ നമ്മൾ പരീക്ഷാ ഹാളിലിരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ഇതാ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതുമ്പോൾ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു. ഇന്റർവ്യൂവിന് ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു. കാണുക. അങ്ങനെ ഒത്തിരി ആത്മവിശ്വാസത്തോടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. ആ സന്തോഷം ഇപ്പൊ ഒന്ന് ഫീൽ ചെയ്യുക. അങ്ങനെ റിസൾട്ട് വരുന്നത്, ഏറ്റവും നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നതൊക്കെ കാണുക. നല്ല റിസൾട്ട്, ഞാൻ പ്രതീക്ഷിച്ചൊരു റിസൾട്ട് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സന്തോഷം ഈ നിമിഷം ഒന്ന് ഫീൽ ചെയ്യുക. എൻ്റെ ഈശോ എൻ്റെ വിഷമമുള്ള വിഷയങ്ങളെയും എൻ്റെ പഠന നിമിഷങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. ഈശോയെ കരുണയായിരിക്കണമേ. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്നു. ഈശോ ഇതാ നിന്നെ ആശീർവദിക്കുന്നു. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തിന്റെ കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുക. ഈശോയെ കരുണയായിരിക്കണമേ. അഭിഷേകത്തോടെ, ആഗ്രഹത്തോടെ, അങ്ങേ പിരിഞ്ഞ് അങ്ങേ മറന്ന് എനിക്ക് നിൽക്കാൻ പറ്റിയല്ല. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. അങ്ങേ പിരിഞ്ഞ് അങ്ങേ മറന്ന് ഈശോ എനിക്കൊന്നും ചെയ്യാനില്ല, അങ്ങല്ലാതെ ഒന്നുമില്ല. ഞാൻ അങ്ങില് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എൻ്റെ പരീക്ഷ അനുഗ്രഹിക്കുക, എൻ്റെ പഠന നിമിഷങ്ങൾ അനുഗ്രഹിക്കുക. ഈശോയെ എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഈശോയെ ഈ ആരാധന നിമിഷങ്ങളിൽ മുഴുവനും ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുക. നമ്മുടെ രണ്ട് കരങ്ങളും നമ്മുടെ ശിരസിലേക്ക് വെക്കാം. ഈശോ ഈ നിമിഷം നമ്മുടെ ആകുലതകളെ, ഉത്കണ്ഠകളെ, വേദനകളെ, ടെൻഷനെ എല്ലാം മാറ്റുന്ന നിമിഷങ്ങളാണ്. ഈശോ ഇതാ നിന്നെ ആശീർവദിക്കുന്നു. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്നു. The name of the Father Almighty God, Creator of heaven and earth. The name of Jesus Christ, only begotten Son, our Lord and Savior. The name of the Holy Spirit, the Paraclete, through the intercession of Saint Michael the Archangel, of the Blessed Virgin Mary, of Saint Joseph, the blessed apostles Peter, Paul, Saint John, Saint James, Saint Thomas, Saint George, Saint Anthony, Saint Augustine, Saint Benedict, Saint Padre Pio, Saint John Maria Vianney, and all the apostles and saints, and with authority of priesthood conferred on me, together with Pope Francis, all the bishop and priests, rebuke and command every spirit of darkness, oppression, obsession, affliction, fear, sickness, sinful bondages, all kinds of tensions, worries and anxieties from these students right now in the name of Jesus Christ, to be bound and cast out to the outside of darkness. Let Jesus take a refuge Satan. Let Jesus send you bound to the outside of darkness. In the name of Jesus, Son of the living God. The name of Jesus, Son of our Blessed Virgin Mary, I challenge every spell and work of darkness, and I command you to go to the feet of Jesus and let these students experience the mighty blessing and anointing of your Lord.
കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈശോ ഇതാ നിന്നെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഈ പരീക്ഷകളിൽ നിന്ന് എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷമമുള്ള വിഷയങ്ങളുടെ മേൽ ഈശോയെ നിന്റെ കരുണ വർഷിക്കണമേ. പരീക്ഷ ഉപകരണങ്ങളെ ഈശോയോട് ആശീർവദിക്കണമേ. ഇവിടെ ബുദ്ധി തലങ്ങളെ ഈശോയോട് ആശീർവദിക്കണമേ. മെമ്മറി സിസ്റ്റത്തെ ഈശോയോട് അനുഗ്രഹിക്കണമേ. ഈശോയെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിനെ ഈശോയോട് അനുഗ്രഹിക്കണം. ബ്രെയിൻ സിസ്റ്റത്തെ മുഴുവനും ഈശോയോട് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങി ഈ മക്കളുടെ മേൽ കൃപ വർഷിക്കണം. എല്ലാ പരീക്ഷാ ഭയങ്ങളും നീങ്ങിപ്പോകട്ടെ. അലസതകൾ, അസ്വസ്ഥതകൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Press the bell icon on the YouTube app and never miss another update.